പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് മക്കളെ, ബ്ലീഡിങ്ങിൻ്റെ അസുഖമുള്ളവരെ ശ്രദ്ധിക്കുക. കർത്താവ് തരുന്ന സന്ദേശം അനുസരിച്ചാണ് പ്രാർത്ഥന മുന്നോട്ട് പരിശുദ്ധാത്മ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത് മുഴുവനും നടക്കണ കാര്യങ്ങളാണ്, നടക്കാൻ സാധ്യതയുള്ള വിഷയങ്ങളല്ല, നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ് പ്രാർത്ഥനയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു വിഷയമുള്ളത്, ഒരു പെൺകുഞ്ഞ്, പക്ഷേ അവൾ കൊച്ചാണ്, വളരെ കൊച്ച്, ഒരു 4 വയസ്സെങ്കിലേ കാണത്തുള്ളായിരിക്കും. ഈ കുഞ്ഞിന് ബ്ലീഡിംഗ് ഉണ്ട്. ആ കുഞ്ഞിനെ കർത്താവ് പൂർണ്ണമായി സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഹല്ലേലൂയ. കർത്താവേ, ബ്ലീഡിങ്ങുള്ള എല്ലാവരെയും സ്പർശിക്കണേ കർത്താവ്. കർത്താവ്, ബ്ലീഡിങ്ങുള്ള എല്ലാവരെയും സ്പർശിക്കണേ കർത്താവ്. യേശുക്രിസ്തുവിന്റെ ശക്തി മക്കളെ കൊടുക്കട്ടെ. യേശുക്രിസ്തു ശക്തി ബ്ലീഡിങ്ങിനെ കൊടുക്കട്ടെ. യേശുക്രിസ്തുവിനുമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിന്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ ബ്ലീഡിങ് സൗഖ്യമാകട്ടെ. ഇരുകരത്താൽ താങ്ങിയെന്നെ ഇരുരക്തത്താൽ കഴുകണമേ. ഇരുകരത്താൽ താങ്ങിയെന്നെ ഇരുരക്തത്താൽ കഴുകണമേ. പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ പെയ്യട്ടെ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് കർത്താവ് ഇങ്ങനൊരു സന്ദേശം തന്നതുകൊണ്ട് നമുക്ക് രക്തസ്രാവത്തിൻ്റെ എല്ലാ മേഖലകളെയും ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് സൗഖ്യം പ്രാപിക്കാം. രക്തസ്രാവത്തിൻ്റെ മേഖലയെന്ന് പറയുന്നത് ചിലപ്പോൾ മാസപ്പതിവ് ഇല്ലാത്തവരുണ്ടാകാം. അത് വല്ലാത്ത മാനസിക രോഗം പോലും ഉണ്ടാക്കി കളയുക, നമുക്ക് ചിന്തിക്കാൻ പറ്റാതെ. ചില ആൾക്കാർക്ക് മാസപ്പതിവ് ഒത്തിരി കാലം കഴിഞ്ഞ് ഒത്തിരി ഇൻബിറ്റ്വീൻ കുറേ സമയങ്ങൾ വരും, 6 മാസം കൂടുമ്പോഴൊക്കെ ആയി പോകും. ചില ആൾക്കാർക്ക് ഈ വിഷയത്തിൽ കടുത്ത വേദനയും ഛർദിയും അത് കേൾക്കുമ്പോൾ ആ ദിവസം വരുമ്പോൾ തന്നെ ബോധക്കേട് തോന്നുന്ന രീതിയിലുണ്ട്. ചിലക്ക് മക്കളില്ലാത്തതിൻ്റെ കാരണം മാസപ്പതിവ് തന്നെ ക്രമം തെറ്റിയിട്ട് ഉണ്ടാകുന്ന ഡിസോർഡർ ആകാം. അതുകൊണ്ട് ഇപ്പോൾ ഈശോ ഈ മെസ്സേജ് വെളിപ്പെടുത്തിയ കാരണം അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഈ മേഖലയിലെ ഓരോ തരത്തില് വേദന അനുഭവിക്കുന്ന എല്ലാ രോഗികളും ലൂക്കായുടെ സുവിശേഷം 8:46 അനുസരിച്ചുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. രക്തസ്രാവങ്ങളെ സുഖപ്പെടട്ടെ. ഹല്ലേലൂയ. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായവൻ നൽകിടും. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായവൻ നൽകിടും. കിഡ്നി രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. കിഡ്നി രോഗികളുടെ ഒരു പ്രശ്നമാണ് ഈ രോഗം. ഇപ്പോൾ ശിശ സുഖപ്പെടുത്തിയിരിക്കുന്നത് ആരാണെന്നറിയാവോ? കിഡ്നി വെളുത്തവരാണ്. കശുവണ്ടി പോലെ കിഡ്നി വെളുത്തുപോയി. ഒരു കിഡ്നി, അതായത് റൈറ്റ് സൈഡിലുള്ള കിഡ്നി കശുവണ്ടിയുടെ കളറായിപ്പോയി, വെളുത്തുപോയി. അവിടെ ഒന്നും ഫിൽട്രേഷൻ ഒന്നും നടക്കണില്ല. ആ രീതിയിലുള്ളൊരു കിഡ്നി രോഗിയെ കർത്താവ് ഇപ്പോൾ സ്പർശിച്ച് സുഖത്തിലേക്ക് നടത്തുന്ന. ഹല്ലേലൂയ. ഈ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് കിഡ്നി രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, പ്രിയമക്കളെ, നിങ്ങൾക്ക് ഇവിടെ കിഡ്നി രോഗമായിട്ട് വന്നിട്ടുള്ള സഹോദരങ്ങൾ ഈ സമയത്ത് നമ്മുടെ മുതുകിനെ താഴേന്ന് ഒരു ചാൺ മുകളിൽ കൈവച്ച് നിങ്ങൾ ഇപ്പോൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. കാര്യം നിങ്ങൾക്ക് വേണ്ടി
പരിശുദ്ധ അമ്മയും ഈ സഭാസമൂഹം മൊത്തം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കിഡ്നി രോഗികൾക്ക് വേണ്ടി. കർത്താവ് സന്ദേശപ്രകാരമാണ് നമ്മൾ പ്രാർത്ഥിക്കണത്. അതുകൊണ്ട് നിങ്ങൾക്കിവിടെ സാക്ഷ്യം പറയാൻ കഴിയും. അതുകൊണ്ട് കിഡ്നി രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങൾ അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. എല്ലാവരും പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, എല്ലാ കിഡ്നി രോഗികളെയും അങ്ങ് സ്പർശിക്കണമേ. ക്രിയാറ്റിൻ കൂടുതലുള്ളവരെ അങ്ങ് സ്പർശിക്കണമേ. അരിപ്പ നടക്കാത്തവരെ അങ്ങ് സ്പർശിക്കണമേ. കിഡ്നി വീക്കക്കാരെ, കിഡ്നി വെള്ളം കിട്ടുന്നവരെ അങ്ങ് സ്പർശിക്കണമേ. കിഡ്നി ബൾജ് ചെയ്യുന്നവരെ, കിഡ്നി വലുതാകുന്നവരെ അങ്ങ് സ്പർശിക്കണമേ. യേശു ക്രിസ്തു നാമത്തിൽ കിഡ്നി രോഗങ്ങള്, ഡയാലിസിസ് ചെയ്യുന്നവരുൾപ്പെടെ യേശു നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ. മടുപ്പുകൂടാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. മടുപ്പുകൂടാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന ഫലിക്കും, രോഗിക്ക് സൗഖ്യമായി. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന ഫലിക്കും, രോഗിക്ക് സൗഖ്യമായി. പരിശുദ്ധ പരമദേവികാരുണ്യത്തിന് ആരാധന സ്തുതി ഇപ്പോൾ ഷോട്ടായിരിക്കട്ടെ. പ്രിയമുള്ളവർ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പം നിങ്ങൾക്ക് ഈ രോഗമില്ലെന്ന് വിചാരിച്ചോ, അതിന് ദൈവത്തോട് അതിന് നന്ദി പറയണം. ഇതെൻ്റെ രോഗമല്ലെന്നല്ല പറയേണ്ടത്. കർത്താവേ, ഇതിൽ നിന്ന് എന്നെ സംരക്ഷിച്ചതിന് നന്ദി എന്ന് പറയണം. രണ്ടാമത്, നിങ്ങളുടെ ശത്രുക്കൾക്കാണെങ്കിൽ പോലും ഇതൊന്നും വരാൻ പാടില്ല. അവരറിഞ്ഞില്ലെങ്കിലും നിങ്ങൾ കർത്താവിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് പറയണം, കർത്താവേ, ഇന്ന വ്യക്തിയുമായിട്ട് എനിക്ക് പരിഭവങ്ങളുണ്ട്, എനിക്ക് വൈരാഗ്യം ഇല്ലെങ്കിൽ ആ വ്യക്തിക്ക് എന്നോടുണ്ട്, എങ്കിലും അങ്ങനെയുള്ള വ്യക്തിക്ക് ഇന്ന രോഗമുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രാർത്ഥന കേട്ടിട്ട് ആ വ്യക്തിയെ നീ സുഖപ്പെടുത്തണം. നിൻ്റെ ശത്രുക്കളെ എന്ത് രോഗമായാലും സൗഖ്യപ്പെടാൻ വേണ്ടി നീ ഇപ്പോൾ ഓർക്കണം മനസ്സിലെ. നിൻ്റെ ശത്രുക്കൾ, അതായത് നിൻ്റെ ബന്ധുക്കൾ, അല്ലെങ്കിൽ നിൻ്റെ സ്വന്തപ്പെട്ട ആര് തന്നെയായാലും, പ്രത്യേകിച്ച് ശത്രുക്കൾ, അതായത് ഒരു രോഗവും ആർക്കും വരാൻ പാടില്ല മക്കളെ. ഒരു രോഗം ഒരു മൃഗങ്ങൾക്ക് പോലും വരാൻ പാടില്ല. അതായത് മനുഷ്യൻ വേദനിക്കരുതെന്ന്, ഒരു മനുഷ്യനും ജീവജാലങ്ങളും വേദനിക്കരുതെന്ന് നിൻ്റെ മനസ്സിൽ എന്നാണ് തോന്നുന്നത്, അന്ന് നീ ദൈവ പൈതലായി മാറും. അതുകൊണ്ട് ദൈവ പൈതലിന് അടുത്ത അവകാശം നേടാൻ വേണ്ടി, യോഗ്യത പ്രാപിക്കാൻ വേണ്ടി, നിന്റെ ശത്രുക്കൾ സൗഖ്യമാകാൻ വേണ്ടി നീ കർത്താവിനോട് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എൻ്റെ ശത്രുക്കളെ അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്ന, എൻ്റെ പരിചയക്കാരെ സമർപ്പിക്കുന്ന, മാരക രോഗങ്ങള്, തീരാവേദികള് ഈ നിമിഷം അവരെ ബാധിക്കുന്നത് കർത്താവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനുകൂടി നന്ദി. ഇങ്ങനൊരു സാക്ഷ്യം പറയുവാൻ എന്നെ അനുവദിച്ച ദൈവകൃപയ്ക്കായി സ്തോത്രം. എൻ്റെ പേര് എലിസബത്ത് വർഗീസ്, മകളുടെ പേര് സ്റ്റെല്ല. മകളുടെ പഠനം സംബന്ധിച്ച് ഞങ്ങൾ കർണാടകയിലായിരുന്നു. ഇപ്പോൾ പഠനമെല്ലാം പൂർത്തീകരിച്ച് ഞങ്ങൾ എറണാകുളത്തായിരിക്കുന്നു. ഞങ്ങൾ രണ്ടുപേരും എറണാകുളത്തു നിന്നാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 17 സെപ്റ്റംബർ 2022 അത് ഈ മകളുടെ പഠിത്തത്തെ സംബന്ധമായിട്ട് പഠിത്തത്തിന് വളരെ തടസ്സം നേരിട്ട സമയത്ത് ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ കൃപാസനത്തെ പറ്റി കണ്ടു. അങ്ങനെയാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നത്. ഞാൻ 2 പ്രാവശ്യം ഇവിടെ സാക്ഷ്യം എഴുതി കൊടുത്തു, സൈന് കിട്ടി. ഒരു പ്രാവശ്യം എൻ്റെ മൂത്ത മകളുമായിട്ട് വന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞിരുന്നു. രണ്ടാമത്തെ സാക്ഷ്യമാണ് എൻ്റെ ഇത്, അൾത്താരയിൽ നിന്നുകൊണ്ടുള്ള സാക്ഷ്യം. ഇത് എൻ്റെ മകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. എൻ്റെ ഈ മകള് കർണാടകയിൽ MDS പഠിക്കുകയായിരുന്നു.
ഫസ്റ്റ് ഇയർ അനുഗ്രഹത്തോട് പഠിച്ചു. ഫസ്റ്റ് ഇയറിൽ അവർക്ക് അപ്പോൾ ഒരു ഗൈഡിനെ അവർ അലോട്ട് ചെയ്യും. അങ്ങനെ ഒരു ലേഡി ടീച്ചറായിരുന്നു ഈ മോൾക്ക് കിട്ടിയത്. ആ ടീച്ചർ വളരെ ഹറാസ് ചെയ്ത് ഈ മകളുടെ പഠിത്തത്തിൽ അവരെ ആവശ്യമില്ലാതെ കണ്ട സമയം മുതൽ വളരെ കുറ്റം പറയും. BDSനൊക്കെ ഡിസ്റ്റിങ്ഷൻ എടുത്ത് മാർക്കോട് പാസ്സായ കുട്ടിയാണ്. നല്ല രീതിയിൽ പഠിച്ചു വന്നതാണ്. ഇവരുടെ ഈ സംസാരം വളരെ നമുക്ക് മാനസികമായിട്ട് വളരെ തളർത്തുന്നതായിരുന്നു. അതുമൂലം മറ്റു കുഞ്ഞുങ്ങൾ കേട്ട് നിൽക്കുമ്പോൾ തന്നെ അവർ തന്നെ ചോദിക്കും, ഈ ടീച്ചർ ഇങ്ങനെയാണോ നിന്നോട് സംസാരിക്കുന്നതെന്ന് ചോദിക്കും. അതുപോലുള്ള സംസാരമാണ്. എത്ര അസൈൻമെൻറ്റ്സ് ചെയ്ത് കൊണ്ട് കൊടുത്താലും ആ ടീച്ചർ സൈൻ ഇട്ട് കൊടുക്കത്തില്ല. ഇവിടെ പല പ്രാവശ്യം നടത്തിയിട്ട് നീ വലിയ ബുക്ക് അത് മുഴുവനും പഠിച്ചുകൊണ്ട് വന്നിട്ട് എന്നോട് പറ, എന്നിട്ട് ഞാൻ സൈൻ ഇട്ട് തരാമെന്നും പറഞ്ഞ് ഇങ്ങനെ നടത്തുമായിരുന്നു. അത് വളരെ മാനസികമായിട്ട് ഈ മകളെ അങ്ങ് തളർത്തി. എന്ത് ചെയ്തു കൊടുത്താലും അവർക്ക് ലാബ് വർക്കൊക്കെ വളരെ ഉള്ളത്, എന്ത് ചെയ്തു കൊടുത്താൽ ഈ ടീച്ചർ സൈൻ കൊടുക്കത്തില്ലായിരുന്നു. ഈ ടീച്ചറിൻ്റെ അടിയിലാണ് തീസീസും വേറെ 5-6 അസൈൻമെൻറ്റ്സ് ചെയ്ത് അവരുടെ അപ്രൂവൽ കിട്ടാതെ ഈ പഠിത്തം പൂർത്തീകരിക്കാൻ സാധിക്കത്തില്ല. ഈ മകൾ മാനസികമായിട്ട് വളരെ പ്രയാസം അനുഭവിച്ച് ഞങ്ങൾ ആ സമയത്താണ് അവിടെ കർണാടകയിൽ പോയി താമസമാക്കിയത്. വളരെ പ്രയാസമായി, മാനസികമായിട്ട് വളരെ തളർന്നു. കോളേജിൽ പോകാനോ പഠിക്കാനോ വളരെ താല്പര്യമില്ലാതായി. അവൾ പിന്നെ കോളേജിൽ പോയാൽ ലൈബ്രറിക്ക് പോയിരിക്കും ഈ ടീച്ചറിനെ ഫേസ് ചെയ്യാനുള്ള പ്രയാസം കൊണ്ട്. അങ്ങനെ അസൈൻമെൻറ്റ്സ് തീർത്തില്ലേൽ ഇവർക്ക് പരീക്ഷ എഴുതുവാൻ സാധിക്കത്തില്ല. അറ്റൻഡൻസ് മാർക്ക് ചെയ്തിട്ട് പോയി ലൈബ്രറിയിലിരിക്കും. ഒടുവിൽ പിന്നീട് പോകാതായി കോളേജിൽ. ഞങ്ങളെ HODയോട് പറഞ്ഞു, ഞങ്ങൾ ഇനിയും മോളെ പഠിപ്പിക്കുന്നില്ല, ഞങ്ങൾ വിട്ടുപോകുക. ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം എടുക്കാൻ 2-3 പ്രാവശ്യം എൻ്റെ ഹസ്ബൻഡ് കോളേജിൽ ചെന്നു. പക്ഷേ ആ സാർ ഒരു വിധത്തിൽ സമ്മതിച്ചില്ല. അവൾ ബ്രില്യൻ്റായിട്ടുള്ള ഒരു കുട്ടിയാണ്, അവൾ പഠിക്കട്ടെ, ഞാൻ അവളോട് സംസാരിക്കാമെന്ന് പറഞ്ഞു. ഒരു വർഷത്തോളം പുള്ളിക്കാരി കോളേജിൽ അറ്റൻഡ് ചെയ്തില്ല. ഇവരുടെ ഒരു പഠിത്ത സംബന്ധമായി 3 വർഷത്തെ കോഴ്സാണിത്. ഫസ്റ്റ് ഇയറിൽ പാസ്സായി കഴിഞ്ഞാൽ 1 വർഷം അവർക്ക് ലീവ് എടുത്തിരിക്കുക. അത് കഴിഞ്ഞ് പിന്നെ റെഗുലറായിട്ട് ജോയിൻ ചെയ്ത് ക്ലാസ് അറ്റൻഡ് ചെയ്ത് അസൈൻമെൻറ്റ്സ് തീർത്ത് പരീക്ഷ എഴുതി പാസ്സായാൽ മതി. അങ്ങനെ ഏതായാലും പുള്ളിക്കാരി പോകാതിരുന്ന സമയത്ത് ആ അവധി എടുത്ത സമയം യൂണിവേഴ്സിറ്റി അവിടെ ലീവായിട്ട് അവർ കണക്കാക്കി. അതുപോലെ തീസീസ് ചെയ്യാൻ 1-2 ഈ ടീച്ചർ പറഞ്ഞ തീസീസ് അല്ലാതെ വേറെ ഒരു തീസീസും അവൾ ചെയ്യാനോ സമ്മതിക്കത്തില്ല. അങ്ങനെ പുറത്ത് ലാബിൽ കൊടുത്ത് ചെയ്യേണ്ട വർക്കാണ്. അത് 1-2 കൊടുത്തത് ശരിയായില്ല. പിന്നെ അവിടുത്തെ ഒരു സയൻസ് കോളേജിൽ അവിടുത്തെ ലാബുകാർ അപ്രൂവ് ചെയ്ത് ഈ മോൾക്ക് ആ ലാബിൽ ചെന്ന് നിന്ന് വർക്ക് ചെയ്യുവാനുള്ള അനുവാദം കിട്ടി. പുള്ളിക്കാരി തന്നെ പോയി നിന്ന് ആ ലാബിൽ ആ ലാബ് വർക്കെല്ലാം ചെയ്ത് ആ തീസീസ് പൂർത്തീകരിക്കാൻ സഹായിച്ചു. ആ സമയത്ത് ഡീന് അങ്ങനെ ലീവ് തരാൻ ഒക്കത്തില്ലെന്ന് വരെ പറഞ്ഞതാണ്. ഒടുവിൽ ഞാനും ഹസ്ബൻഡും മോളും കൂടെ ചെന്ന് ഡീനിനോട് സംസാരിച്ചപ്പോഴാണ് ഡീൻ ഇങ്ങനെ പറഞ്ഞത്, ഞാൻ ഈ ഉടമ്പടി വസ്തുക്കളിൽ ഉപ്പ് കയ്യിൽ കരുതിയാണ് അവിടെ പോയത്. ആ സാറ് ആദ്യം വളരെ ദേഷ്യപ്പെട്ടെങ്കിലും പിന്നീട് വളരെ ഞാൻ പ്രാർത്ഥിച്ചവിടെ ആ സമയത്ത് അവിടെ ഉപ്പിട്ടു. അവിടെ ഇരുന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഒടുവിൽ സാർ അപ്രൂവ് ചെയ്ത് ഒരു 10-15 ദിവസത്തെ ലീവ് കൊടുത്ത് ഈ മോൾക്ക് വേറെ ലാബിൽ പോയി നിന്ന് ആ തീസീസിൻ്റെ വർക്കെല്ലാം ചെയ്ത് തീർപ്പാനൊക്കെ സഹായിച്ചു. ഉപ്പ് ഞാൻ എന്നും മോൾക്ക് കൊടുത്തു വിടും. അതുപോലെ ഉടമ്പടി വസ്തുക്കൾ എന്നും കോളേജിൽ പോകുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് 1 ദിവസം പോലും മുടങ്ങാതെ ഇങ്ങനെ കൊടുക്കുമായിരുന്നു. അതൊക്കെ ഞങ്ങളുടെ കുടുംബത്തിന് വളരെ അനുഗ്രഹമായെന്നുള്ള, ഞങ്ങളെവിടെ പോയാലും ഞാൻ കാറിലാണെങ്കിലും കൊന്തയും കാശ് രൂപവും ഇതെല്ലാം വെച്ചാണ് പോകുന്നത്. ഉടമ്പടി വസ്തുക്കളും ഒക്കെ കയ്യിൽ കരുതിയാണ് ഞങ്ങൾ പോകാറ്. അത് ഞങ്ങളുടെ കുടുംബത്തിന് വളരെ അനുഗ്രഹമായി. ഈ മോടെ പഠിത്ത കാര്യം ഓർത്ത് ഞങ്ങൾ മാനസികമായി കുടുംബമായിട്ട് ഞാനും ഹസ്ബൻഡും
എൻ്റെ മൂത്ത മകളും കുടുംബമായിട്ട് വളരെ ഭാരത്തിലായിരുന്നു. ഞങ്ങൾ കർണാടകയിലായിരിക്കുമ്പോൾ ദൈവത്തോട് കൂടുതലായിട്ട് പ്രാർത്ഥിപ്പാൻ, ഈ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിപ്പാനും യാചിപ്പാനും അനേകരെ സഹായിപ്പാനും അവിടെ ഉള്ളവർക്കൊക്കെ വഴിയരികിൽ ഇരിക്കുന്നവർക്ക് ഭക്ഷണം കൊണ്ട് കൊടുക്കുവാനും അവിടെ ഓർഫനേജുകൾ വിസിറ്റ് ചെയ്യുവാനും അവർക്കൊക്കെ വേണ്ടുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുപ്പാൻ ഞങ്ങളെ സഹായിച്ചു. ദൈവം മുൻകൂട്ടി കരുതി ഞങ്ങളെ അവിടെ ആക്കിയതാണെന്ന് ഞാൻ എപ്പോഴും പറയും. അത് നമ്മുടെ ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല. അതാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം കാണിച്ചു തന്നത്. അസാധ്യമായ കാര്യങ്ങൾ ഞങ്ങൾ സ്വപ്നേവി ചിന്തിച്ചല്ലേ ഈ മോൾ MDS പാസ്സാകുന്നു. ഈ ഒക്ടോബറിലുള്ള പരീക്ഷയിൽ ഈ മോളാണ് അവരുടെ 9 കുഞ്ഞുങ്ങളുടെ ഇടയിൽ ആദ്യമായിട്ട് അസൈൻമെൻറ്റ്സ് എല്ലാം തീർത്ത് HOD പറയുകയും ചെയ്തു, സ്റ്റെല്ലയാണ് എല്ലാം തീർത്ത്. അവർക്ക് പേഷ്യൻറ്റിനെയും പരീക്ഷയ്ക്ക് നേരത്തെ കിട്ടിയത് സ്റ്റെല്ലായിക്കാണെന്ന് പറഞ്ഞു. അങ്ങനെ എക്സാം എഴുതി ഫസ്റ്റ് ക്ലാസ്സോട് ദൈവത്തിൻ്റെ വലിയ കരുണയാൽ അമ്മയുടെ മാധ്യസ്ഥത്താൽ സ്റ്റെല്ലായിക്ക് ആ കോഴ്സ് പാസ്സാകുവാൻ സഹായിച്ചു. ഇപ്പോൾ ഒക്ടോബർ കഴിഞ്ഞ് ഞങ്ങളെ കോൺവൊക്കേഷനും കഴിഞ്ഞുമാണ് ഞങ്ങളിങ്ങനെ എറണാകുളത്തോട്ട് വന്നത്. ഞങ്ങൾക്ക് ചെയ്തു തന്ന വലിയ അനുഗ്രഹത്തിന് അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി. ഞങ്ങൾ വിചാരിച്ചതിൽ ഉപരിയായിട്ട് ദൈവം ഞങ്ങളെ വളരെ അധികമായിട്ട് അനുഗ്രഹിച്ച് നടത്തി. മേലും കൃപ ഞങ്ങളുടെ കൂടിരിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ മിടുക്കോ ഗുണമോ അല്ല, ദൈവത്തിൻ്റെ കൃപ മാത്രമാണ് ഞങ്ങൾ ഇന്നും ജീവിക്കുന്നതും നിലനിൽക്കുന്നതും. ഞങ്ങളുടെ തുടർന്നുള്ള എല്ലാ കാര്യങ്ങളിലും മോടെ ഭാവി കാര്യങ്ങളിലും ദൈവം സഹായിക്കും. അമ്മയുടെ മധ്യസ്ഥതയ്ക്കായിട്ട് ഞാൻ ഇന്ന് ഉടമ്പടി പുതുക്കി അതിലെല്ലാം ഞാൻ നിയോഗം വെച്ചിട്ടുണ്ട്. എൻ്റെ അനേക കാര്യങ്ങൾ എൻ്റെ കുടുംബത്തിൽ എൻ്റെ നിയോഗം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചത് ചെറുതും വലുതുമായ വളരെ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുന്നത് ഡെയിലി ബ്രെഡ് അച്ഛൻ്റെ ആ രാവിലത്തെ പ്രസംഗം, അതുകൊണ്ട് അത് കഴിഞ്ഞ് ധ്യാനമൊക്കെ ഞാൻ പലർക്ക് ഷെയർ ചെയ്യാറുണ്ട്. അതുപോലെ പത്രം എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിലും ഷോപ്പുകളിലും ഓട്ടോക്കാർക്കും ഒക്കെ കൊണ്ട് കൊടുക്കും. ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ പേഷ്യൻസിനെ ഞാൻ കണ്ടു കഴിഞ്ഞാൽ അവിടെ നിന്ന് അവരോട് പ്രാർത്ഥിച്ച് എൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയും. പലരും വന്ന് ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഞാൻ പിന്നെ അവരുടെ നമ്പറെല്ലാം കുറിച്ചെടുത്തുകൊണ്ട് വരും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അത് അവരുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്ത് അവർക്ക് വേണ്ടുന്ന സഹായങ്ങളൊക്കെ, സാമ്പത്തിക സഹായങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യാറുണ്ട്. പിന്നെ കാരുണ്യ പ്രവർത്തനം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഓർഫനേജ് വിസിറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അവിടെ ഭക്ഷണം കൊടുക്കുകയും അവർക്ക് പണം അയച്ചു കൊടുക്കുകയും അല്ലാതെ വേണ്ടുന്ന സഹായങ്ങളൊക്കെ ചെയ്യും. അതുപോലെ ആര് സഹായത്തിന് അപേക്ഷിച്ചാലും വിവാഹം, വിദ്യാഭ്യാസം, വീട് വയ്ക്കൽ, ചികിത്സ എന്ന് വേണ്ട ഏത് രീതിയിലുള്ള പ്രയാസങ്ങളാണ് അവരനുഭവിക്കുന്നത്, ചെറുതും വലുതുമായ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങളെ കൊണ്ടാകുന്ന വിധത്തിൽ ഞങ്ങൾ പണം കൊടുത്തും അല്ലാതെയൊക്കെ സഹായിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് എനിക്ക് പറയുവാനുള്ള സാക്ഷ്യം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയ്ക്കും അവിടുത്തെ വത്സലസുതനായ ഈശോയ്ക്കും 1000 നന്ദി. ഞാൻ സിസ്റ്റർ ബീന ഫബിയാൻ, വിസിറ്റേഷൻ കോൺഗ്രിഗേഷൻ. ഞാനൊരു മിഷണറിയായി ആഫ്രിക്കയിൽ തൻസാനിയ എന്ന കൺട്രിയിൽ വർക്ക് ചെയ്യുന്നു. ഇപ്പോഴവിടുന്ന് കെനിയയിലേക്ക് പോകാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഞാനിവിടെ വന്ന് ആദ്യം ഉടമ്പടി എടുത്തത് മാർച്ച് 19 2025 ഞാൻ ആഫ്രിക്കയിൽ നിന്ന് വന്നത് എനിക്കൊട്ടും നടക്കാൻ വയ്യാതെയാണ്. കാലിൻ്റെ മുട്ടിന് നീരും കാല് മൊത്തം നീരുമായിട്ടാണ് ഞാനിവിടെ വന്നത്. ഞാൻ അവിടെ വെച്ച് സിസ്റ്റേഴ്സ് എന്നെ ചെയറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. ഇവിടെ വന്ന് എനിക്ക് ഉടമ്പടി എടുക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്നറിയില്ല. കൂടെ ഉണ്ടായിരുന്ന സിസ്റ്റേഴ്സ് പറഞ്ഞു ചിലപ്പോൾ തന്നെ അനുവദിക്കില്ല, മുകളിലേക്ക് കയറണമെന്ന്. എനിക്കറിയില്ല. ഞാനിവിടെ വന്നിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മ എന്നെ മുകളിലൊന്ന് കയറ്റി ഉടമ്പടി എടുപ്പിക്കാമോ? ഞാൻ മുകളിൽ കയറി ചെന്നു, ഉടമ്പടി എടുത്തു. എൻ്റെ ആദ്യത്തെ അപേക്ഷ, അമ്മ ഈശോയുടെ തിരുമനസ് നിറവേറ്റാൻ എന്നെ അനുഗ്രഹിക്കണമേ, അതായിരുന്നു വെച്ചത്. പിന്നെ ഞാൻ പറയും, അമ്മ എനിക്ക് ഈശോയുടെ കാല് പോലത്തൊരു കാല് വേണം, എനിക്ക് ഇനിയും ഒത്തിരി മിഷണറിയായിട്ട് വർക്ക് ചെയ്യണം. പിന്നെ എൻ്റെ ചെറിയ ചെറിയ നിയോഗങ്ങൾ, എൻ്റെ സഹോദരങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങൾ, അതൊക്കെയാണ് ഉടമ്പടി വെച്ചിരുന്നത്.
ഇവിടുന്ന് പോയി ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്കൊരുവിധം നടക്കാം, ഇപ്പോൾ ഒരു പ്രശ്നവുമില്ലാതെ എനിക്ക് നടക്കാൻ എൻ്റെ ഈശോ എന്നെ അനുഗ്രഹിച്ചു. എനിക്ക് വേണ്ടി അമ്മ ഒത്തിരി മാധ്യസ്ഥ അപേക്ഷിക്കുന്നുണ്ട് എന്നെനിക്കറിയാം. വീണ്ടും ഞാൻ അവിടെ ചെന്നത് ജൂണിലാണ്. ജൂണിൽ ചെന്ന് കഴിഞ്ഞൊരു സെപ്റ്റംബർ ആയപ്പോൾ എൻ്റെ ഇടത് കൈക്ക് ഇവിടെ മൊത്തം നീര് വന്നു. അതുപോലെ ഇവിടെ ഒരു ചെറിയ മുഴയും എന്ന് പറഞ്ഞു. ഞാനോർത്തു ഇതെന്താ ഇനിയും എനിക്കൊരു പരീക്ഷണമാണോ? ഏതായാലും ഞാൻ ഉടമ്പടിയിലാണെന്നൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ മദർ ജനറൽ അവിടെ വിസിറ്റിന് വന്നിരുന്നു. മദർ പറഞ്ഞു അവിടെ വന്ന് ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞു. ഞാൻ ഹോസ്പിറ്റലിൽ പോയി എക്സ്റേ എടുത്തു. പിന്നെ CT സ്കാൻ എടുക്കണമെന്ന് പറഞ്ഞ് CT സ്കാൻ എടുത്തപ്പോൾ അവർക്കൊരു ചെറിയ ഡൗട്ട്, ഈ ഇടത്തുവശത്ത് ക്യാൻസറിൻ്റെ ഒരു ലക്ഷണം പോലെ. അവർ ആ റിപ്പോർട്ട് കാണിച്ചപ്പോഴും മദർ എന്നോട് പറഞ്ഞു, ഇനി ഇവിടെ നിൽക്കണ്ട, തിരിച്ചു പോര്. എനിക്കൊരു മിഷണറി ആയിട്ട് ജീവിക്കണം. പക്ഷെ തിരിച്ചു പോരാൻ പറഞ്ഞപ്പോൾ ഞാൻ ഒരു മടിയും കാണിച്ചില്ല, ഞാൻ തിരിച്ചു പോന്നു. അപ്പോഴെന്നോട് സിസ്റ്റേഴ്സ് ചോദിച്ചു, തനിക്കിനി റിട്ടേൺ ടിക്കറ്റ് എടുക്കണോ? ഞാൻ പറഞ്ഞു വേണ്ട. ഒരു ക്യാൻസർ പേഷ്യൻറ്റിന് എങ്ങനെ തിരിച്ചു വരാൻ പറ്റും? ഞാനിവിടെ വരുന്ന വഴി മദറുമായിട്ടാണ് ഇങ്ങോട്ട് വന്നത്. മദറിനോട് ഞാൻ വണ്ടിയിൽ വെച്ച് പറഞ്ഞു, മദർ ഞാനിപ്പോൾ ജനറേറ്റോട്ട് വരുന്നില്ല, നേരെ കൃപാസനത്തിലോട്ടാണ് പോകുന്നത്. മദർ പറഞ്ഞു അത് വേണ്ട, താൻ വീട്ടിൽ ഒന്ന് കാപ്പി കുടിച്ച് ഫ്രഷായിട്ട് കൃപാസനത്തിൽ പോയിക്കൊള്ളാൻ പറഞ്ഞു. ഞാൻ അതിനെതിരൊന്നും പറഞ്ഞില്ല. നേരെ മഠത്തിലേക്ക് പോയി ആലപ്പുഴ ജനറേറ്ററിലോട്ട് പോയി. അവിടെ ചെന്ന് ഫ്രഷായപ്പോഴും അത് തന്നെ ചോദിച്ചു, താൻ കൃപാസനത്തിൽ പോകുന്നില്ലേടോന്ന്. ഞാനങ്ങനെ കൃപാസനത്തിൽ വന്ന് എൻ്റെ ഉടമ്പടി പുതുക്കി. 29-ാം തീയതി സെപ്റ്റംബർ 2025 ഉടമ്പടി പുതുക്കിയപ്പോഴും ഞാൻ ഉടമ്പടിയിൽ എഴുതിയിരുന്ന ഒരു കാര്യമാണ്, അമ്മേ ഈശോയുടെ ഇഷ്ടം നിറവേറ്റാൻ എന്നെ അനുഗ്രഹിക്കണമേ. ഈശോയുടെ ഇഷ്ടം എന്താണോ അത് മാത്രം മതി. പിന്നെ എനിക്ക് സൂചി പോലും പേടിയാണമേ, എൻ്റെ ശരീരം വെട്ടിമുറിക്കാൻ അമ്മ അനുവദിക്കുമോ? ഇതായിരുന്നു ഞാൻ വെച്ച പ്രധാനപ്പെട്ട ഉടമ്പടിയിൽ. പിന്നെ എൻ്റെ സഹോദരിമാരുടെ മക്കൾക്ക് നേഴ്സിംഗ് പഠിച്ചിട്ടും സർട്ടിഫിക്കറ്റ് കിട്ടാതെ വിഷമിക്കുന്നുണ്ടായിരുന്നു. ജോലിയിലൊക്കെ ചില കാര്യങ്ങൾ വന്നു, അതൊക്കെ ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് പിറ്റേ ദിവസം മദർ എന്നോട് പറഞ്ഞു, താൻ ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞു. ലേക്ക് ഷോറിലേക്ക് എന്നെ അയച്ചു. ലേക്ക് ഷോറിൽ ചെന്ന് എൻ്റെ റിപ്പോർട്ട് ഞാൻ കാണിച്ചു. തൻസാനയിലെ റിപ്പോർട്ട് കാണിച്ചപ്പോൾ അവർക്കൊക്കെ ഒരു ഡൗട്ട്, ഇതെന്തോ പ്രശ്നമുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അവരെന്നെ മെമ്മോഗ്രാഫി ഇട്ടു. പിന്നെ മറ്റുള്ള എല്ലാ ടെസ്റ്റും നടത്തി. അവർ പറഞ്ഞ സിസ്റ്ററിന് ഒരു അസുഖവുമില്ല. ആരാ പറഞ്ഞ സിസ്റ്ററിന് അസുഖമുണ്ടെന്ന്? ഞാനങ്ങനെ അത് കേട്ടു. അവർ ഒത്തിരി ടെസ്റ്റ് ചെയ്തു. കാരണം ഇത് പുറത്തുനിന്ന് കൊണ്ടുവന്ന റിപ്പോർട്ടാണ്, അവർക്ക് ചെറുതായിട്ടും തള്ളിക്കളയാൻ പറ്റില്ല. എവിടെ ചെന്നിട്ടും ഒരു പ്രശ്നവുമില്ല, സിസ്റ്ററിന് സുഖമായിട്ട് ഇനി തിരിച്ചു പോകാം, ഒരു കുഴപ്പവുമില്ല, സിസ്റ്ററിന് ഒരു അസുഖവുമില്ല എന്ന് എന്നോട് പറഞ്ഞു. പിന്നെ അവർക്ക് ഡൗട്ട്, ഇങ്ങനെ ഒരു ചെറിയ ഇത് വന്നതുകൊണ്ട് ഇനി വല്ല ചെസ്റ്റിൻ്റെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവുമോ? അവരെന്നെ അങ്ങനെ ടെസ്റ്റ് ചെയ്യാനായിട്ട് വിട്ടു. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, സിസ്റ്റർ എന്തിനാണ് ടെസ്റ്റ് ചെയ്യുന്നത്? സിസ്റ്ററിന് ഒരു അസുഖവുമില്ലല്ലോ, സിസ്റ്റർ പൊയ്ക്കൊള്ളു. അങ്ങനെ എന്നോട് പറഞ്ഞു. എനിക്കൊത്തിരി സന്തോഷമായത് കേട്ടപ്പോഴും. അതൊരു വലിയൊരു അത്ഭുതം തന്നെയാണ്. എനിക്കറിയാം എൻ്റെ ഈശോ എന്നെ കൈവിടില്ല, എൻ്റെ അമ്മേൻ്റെ കൂടെയുള്ളപ്പോൾ. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ഉടമ്പടി എടുക്കാൻ ഇഷ്ടപ്പെടുന്നത്, ഉടമ്പടിയിലൂടെ ഞാൻ ഈശോയിലോട്ടാണ് കൂടുതൽ അടുക്കുന്നത്. എനിക്കറിയാം ഒത്തിരിയേറെ യുവതിയുവാക്കൾ പള്ളിയിലൊന്നും പോകാത്തവർ ഇപ്പോഴൊത്തിരിയേറെ പള്ളിയിൽ പോകുന്നവരാണ്. കുർബാനയിൽ വിശുദ്ധ കുർബാന സ്ഥാപിച്ച ഈശോ വിശുദ്ധ കുർബാനയിലേക്ക് അവരെ അടുപ്പിക്കുകയാണ്. മദ്യപാനം ചെയ്യരുതെന്ന് എത്രയോ പ്രാവശ്യം പറഞ്ഞാലും കേൾക്കാത്തവർ ഉടമ്പടി എടുക്കുമ്പോൾ മദ്യപാനത്തിൽ നിന്ന് മാറുകയാണ്. വിശുദ്ധ ഗ്രന്ഥം വായിച്ച് അവർ ഈശോയിലോട്ട് അടുക്കുകയാണ്. കാരുണ്യ പ്രവൃത്തികൾ ചെയ്ത് ഈശോയിലേക്ക് അടുക്കുകയാണ്. മാതാവ് ഒരു വഴി മാത്രമാണ്. ഈശോയിലേക്ക് കൊണ്ടുവരിക എന്ന ഒരു ലക്ഷ്യമാണ് നമ്മുടെ ഉടമ്പടിക്കുള്ളതെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഈശോയിലേക്ക് കൊണ്ടുവരിക, ഈശോയുടെ പ്രവൃത്തികൾ ചെയ്യുക. ഇതിനെ കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞാൻ ചെയ്തത്,
ഞാൻ ഒരിക്കലും ആഫ്രിക്കയിൽ തന്നെ ഒരു വീട്ടിൽ ചെന്നപ്പോഴവിടെ ഒരു വീടില്ല, ഒരു മനുഷ്യൻ അവിടെ നിന്ന് മുറ്റം തൂക്കുന്നു. ഞാൻ ചോദിച്ച് സഹോദരൻ്റെ വീട് എവിടെയാണ്? അപ്പോൾ അയാൾ കാണിച്ചു, ഇതാണ് വീട്. കണ്ടാൽ നമുക്ക് സഹിക്കില്ല. 2-3 കമ്പുകൾ നിരത്തി വെച്ച് അതിലാണ് ആ അപ്പനും മകനും കിടക്കുന്നത്. വാതിലൊന്നുമില്ല, വെറുതെ പുല്ല് കൊണ്ട് കുറച്ച് സ്ഥലം മേഞ്ഞു വെച്ചിട്ടുണ്ട്. സത്യത്തിൽ ഞാൻ അവിടെ കയറിയപ്പോൾ കരഞ്ഞുപോയി. നമ്മളൊക്കെ എത്രയോ സുഖമായിട്ട് കിടന്നുറങ്ങുന്നു. ഞാൻ പറഞ്ഞു, സഹോദരൻ ഞാനൊന്ന് നോക്കട്ടെ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. എൻ്റെ കയ്യിൽ ഞാൻ കൂട്ടി വെച്ച അല്പം പൈസ ഉണ്ടായിരുന്നു. ഞാൻ അവരെ പണിക്കാരെ വിളിച്ചിട്ട് അവിടെ എൻ്റെ ഫൗണ്ടേഷൻ കുഴിക്കാൻ പറഞ്ഞു. കുഴിച്ച ശേഷം അത്ഭുതം എന്ന് പറയട്ടെ, എനിക്ക് 2-3 പേര് ഇങ്ങോട്ട് തന്നെ വന്ന് പറയുകയാണ്, സിസ്റ്ററിന് വേണ്ടി ഞങ്ങൾ എത്രയാണ് വേണ്ടത് സിസ്റ്ററിന് വേണ്ടത്. അവർ എന്നെ സഹായിച്ചു. ദൈവാനുഗ്രഹത്താൽ നല്ലൊരു വീട് പണിയാൻ സാധിച്ചു. പിന്നെ ഞങ്ങളുടെ ആഫ്രിക്കയിലെ വിദ്യാഭ്യാസം ഒട്ടും തന്നെയില്ല. നിങ്ങൾക്ക് അറിയാവുന്ന സ്ഥലമാണ്. ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് 1075 കിലോമീറ്റർ ദൂരത്തിലും ടൗണിൽ നിന്ന് 75 കിലോമീറ്റർ ദൂരത്തിലും ഉള്ള ഒരു ചെറിയ വില്ലേജിലാണ് താമസിക്കുന്നത്. ഇനിയിപ്പോൾ എന്ത് സാധനത്തിനും നമ്മൾ ടൗണിൽ പോകണം. രാവിലെ 6 മണിക്ക് കയറിയാൽ വൈകുന്നേരം 6 മണിക്കാണ് തിരിച്ചെത്തുക. അത്രയും ദൂരം. അവിടെയൊക്കെ വിദ്യാഭ്യാസം വളരെ ചുരുക്കമാണ്. ഇപ്പോൾ കുഞ്ഞുങ്ങൾ, കൊച്ചു കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകാതെ തെണ്ടി നടക്കുന്നത് കാണാം. ഞാൻ അവരുടെ വീടുകളിലൊക്കെ ചെന്നിട്ട് ആ കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് കൊണ്ടുവരും. സ്കൂളിൽ കൊണ്ടുവന്ന് ഞാൻ അവർക്ക് വേണ്ട ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും കൊടുത്ത് അവർക്ക് വേണ്ടി ആരെങ്കിലും മാനുഫാക്ചേഴ്സിനെ കണ്ടുപിടിക്കും. കാരണം എന്നും നമുക്ക് സഹായിക്കാനാവില്ല. അപ്പോൾ ആരെങ്കിലും മാനുഫാക്ചേഴ്സിനെ കണ്ടുപിടിച്ച് അവരെ സഹായിപ്പിക്കും. അങ്ങനെ ഇപ്പം ഞാൻ ജൂണിൽ പോയതിന് ശേഷം ഒരു 10 കുട്ടികളെ കൊണ്ടുവന്നു. ഏകദേശം 100 കുട്ടികൾ കൂടുതൽ ഞാൻ അവിടെ പഠിപ്പിക്കുന്നുണ്ട് ഇപ്പോഴും. ഇങ്ങനെ ചെയ്യുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞുങ്ങൾക്ക് അവിടെ ചോറൊന്നും അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ചോറ് കഴിക്കാനുള്ള പൈസയൊന്നുമില്ല. അതുകൊണ്ട് സ്കൂളിൽ 2-3 പ്രാവശ്യം ഇപ്പം ഞാൻ പോയി കഴിഞ്ഞ് 2-3 പ്രാവശ്യം അവർക്ക് ചോറ് കൊടുത്തു, ഇറച്ചിക്കറി. അവർക്ക് ഭയങ്കര ഇഷ്ടമാണത്. അതുപോലെ ഒരു സ്ത്രീകളുടെ ഗ്രൂപ്പ് അല്ലെ പുരുഷന്മാരുടെ ഗ്രൂപ്പ് അവരെ വിളിച്ചിട്ട് അവർക്കും ഭക്ഷണം ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തികൾ. ഇതെല്ലാം മറ്റുള്ളവരുടെ സഹായത്താലാണ്. ഒരു സിസ്റ്റർ എന്നുള്ള രീതിയിൽ എൻ്റെ കയ്യിൽ ഒന്നുമില്ല കൊടുക്കാൻ. പക്ഷേ എനിക്ക് അമ്മ ഈശോ വഴി എനിക്ക് ഒത്തിരി അനുഗ്രഹം തരുന്നത് കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ സാധിക്കുന്നു. ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. ദൈവം അനുഗ്രഹിക്കട്ടെ.